അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഞാനും ക്രിസും കൂടെ നമ്മുടെ ഗോട്ടിൻ്റെ മാൻഷൻ കാണാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഞാൻ കാണാൻ പോയ എന്തുവാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണാൻ പോയതിനെക്കാട്ടിലും ഗൈസ് ഒരുപാട് മാറ്റങ്ങൾ ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഗൈസ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ ക്രിസ് വന്നിട്ടില്ലായിരുന്നു, എന്നാൽ പിന്നെ ക്രിസിനെയും കൂടെ വിളിച്ചുകൊണ്ട് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചേ. ഞാനാണെങ്കിൽ ഇതേ നമ്മുടെ റേഞ്ച് റോവർ ചെറുക്കനെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുറേ സെക്യൂരിറ്റീസ് ഒക്കെ നിൽപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും ഇല്ലായിരുന്നേ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇതെന്താണ് കേസ്, മൊത്തം സെക്യൂരിറ്റി ആണല്ലോ ഇവിടെ. ഇതിപ്പോൾ ഒരു VVIPയുടെ വീട്ടിലേക്ക് കയറി പോകുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും കേസ് ഇവിടെ അങ്ങ് ഇട്ടേക്ക്, അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തന്നെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് നേരെ നടന്നങ്ങ് അകത്തേക്ക് കയറിയേക്കാം. എൻ്റെ കൂടെ ഒരാളും കൂടെ വന്നായിരുന്നല്ലോ. ക്രിസ് എന്തിയേ? ഞാൻ ഗേറ്റ് ഒന്ന് തുറക്കട്ടെ. എന്റെ പൊന്നാളിയെ, ഇത് എന്തോന്നടാ, കൊട്ടാരോ? എന്റെ മോനെ പൊളിച്ചു കേട്ടോ. ആഹാ, നീ ഇപ്പോഴേ ഞെട്ടിയോ? അപ്പൊ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തുമായിരിക്കും? ഇവിടെ ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കേസ് കാണാനായിട്ടില്ല. ഈ ഒരു ഫ്ലോർ മാറ്റിയിട്ടുണ്ടെന്ന് കേസ് എനിക്ക് തോന്നുന്നുണ്ടേ. എടാ, ഈ വീട്ടിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണെങ്കിൽ ഓട്ടോ വിളിച്ച് പോകേണ്ട അവസ്ഥയാണല്ലോ. ആ ശരിയാടാ, എനിക്ക് അതുപോലെ തോന്നിയായിരുന്നു. കേസ് ഓട്ട് മച്ചാനാണെങ്കിൽ കാണുന്നില്ല. സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോ ഇറങ്ങി വരേണ്ടതാണല്ലോ. എന്ത് കാണുന്നില്ലല്ലോ. ഗോട്ടെ, ഇറങ്ങി വാടാ, ഞാനും വന്നിട്ടുണ്ട്. ക്രിസ് അലമ്പാക്കല്ലേ കേട്ടോ, മിണ്ടായിരുന്നു അവിടെ. എന്താടാ, ഞാൻ ഗോട്ടിനെ വിളിച്ചതല്ലേ. ചേടാ, എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. നവൻ ബ്രോ സോറി ഞാൻ അകത്ത് കുറച്ച് പരിപാടിയായിരുന്നു. ക്രിസ വെൽക്കം. എങ്ങനെയുണ്ട് വീട്? ഞാൻ വിചാരിക്കുകയും ചെയ്തു വന്നു കഴിഞ്ഞിട്ട് മച്ചാൻ ഇറങ്ങി വരുന്നില്ലല്ലോ. ഗോട്ട് മച്ചാനെ, ഇത് എന്താന്ന്, കൊട്ടാരോ? ചെറുതായിട്ട് നവൻ ബ്രോയ്ക്ക് ഈ പ്രാവശ്യം ഞെട്ടല് കാണത്തില്ലായിരിക്കും അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഞെട്ടല് കുറവായി പ്രാവശ്യം. എന്നാ കുറച്ചുകൂടെ കഴിയുമ്പോ മച്ചാൻ നന്നായിട്ടൊന്ന് ഞെട്ടിക്കോളും. അതുപോലത്തെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. എന്നാ പിന്നെ വാ, നമുക്ക് സമയം കളയണ്ട. എടാ നവനെ, മേളില് അതെന്താ അവിടെ, ഷോറൂമോ? അത് ഷോറൂം ഒന്നും അല്ല, അത് നമ്മുടെ ഗോട്ട് മച്ചാന്റെ കാർ പോർച്ച്. കാർ പോർച്ച് മേളിലോ? അതെങ്ങനെ? ഇതിന്റെ അകത്ത് കുറെ മെക്കാനിസം ഒക്കെ ഉണ്ട്. വാ, നിന്നെ കാണിച്ചു തരാം. നവൻ ബ്രോ ഇത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ക്രിസിന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്രിസ്, ഇത് കാർ ലിഫ്റ്റ് ആണ്. നമ്മുടെ കാർ ഇവിടെ വെച്ച് കഴിയുവാണെങ്കിൽ മേളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അടിപൊളി, കൊള്ളാലോ. ഇപ്പുറത്ത് മനുഷ്യർക്ക് പോകാൻ പറ്റിയ ലിഫ്റ്റ് ഒക്കെ മച്ചാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മേളിലേക്കും താഴേക്കും വരാനായിട്ട് പറ്റും. നമുക്ക് എന്തായാലും കേസ് മേളിലേക്ക് പോകാൻ മേളിലോട്ട് പോയി. കൊള്ളാമല്ലോ, ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? നേരത്തെ നമുക്ക് മേളിലേക്ക് വരാനായിട്ട് പറ്റത്തില്ലായിരുന്നു, ഇപ്പത്തെ കേസ് നമുക്കും മേളിലോട്ട് വരാൻ പറ്റുന്നുണ്ട്. അയ്യോ, ക്രിസ് എന്ത് ചെയ്യും? ഓഹോ, ഇതായിരുന്നല്ലേ കാർ പോർച്ച്. കൊള്ളാം കൊള്ളാം. എന്നാ വാടാ, നമുക്കിനിയും താഴേക്ക് പോവാം. ഇനിയും താഴെ ഉള്ളെന്ന് തോന്നുന്നു വേറെ കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ വീടിന്റെ അകത്തേക്ക് കയറാനായിട്ട് പോവാണ്. എന്റെ മോനെ, വാവ് ഗൈസ്, ഇത് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എന്താണ് മച്ചാനെ ഞാൻ ഈ കാണുന്നേ? എന്റെ അളിയാ, കൊള്ളാം. ഇവിടെ നേരത്തെ എങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. എന്നാലും കേസ് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്ലോറൊക്കെ ആണെങ്കിലും എന്തായാലും കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുണ്ട് സംഭവം. ഇനി അന്ന് പോയ പോലെ നമ്മൾ നേരെ സൈഡിലേക്ക് പോവാണ്. ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളതെന്ന് നോക്കാവേ. അപ്പോൾ ഇവിടുത്തെ ഫ്ലോർ എന്തായാലും കേസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ജിമ്മൊക്കെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഒരു വീട് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു ജിമ്മനായി മാറി. പിന്നെ അവന്റെ വീട്ടിലൊരു ഡമ്പൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, ഇതുവരെ അത് എടുത്തിട്ട് പോലും ഇല്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? എന്നെ നാട്ടിക്കരുത്. ഇനി നമ്മള് ഡൈനിങ് റൂമിലേക്കാണ് സുഹൃത്തുക്കളെ പോകുന്നത്. എന്താ വള്ളമൊക്കെ ഇവിടെ പുതിയ ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നമുക്കിത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഓപ്പൺ ആക്കി നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇതെൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ പെപ്സി മറ്റേതും മറിച്ചതും ഒക്കെയാണ് ഇരിക്കുന്നത്. മച്ചാനെ, ഒത്തിരി പെപ്സി കുടിക്കുന്നത് നല്ലതല്ല. ഇവിടെ കുറേ കൊക്കക്കോള ഒക്കെ ഇരിപ്പുണ്ട്. എൻ്റെ മോൻ, നമ്മുടെ മച്ചാൻ്റെ തിയേറ്ററിലേക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ കയറുന്നത്. ശരിക്കും ഒരു തിയേറ്ററിലേക്ക് കയറി ചെല്ലുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ലെന്നാണ് ഗൈസ് മച്ചാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് വലിയൊരു സ്ക്രീനൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒക്കെ കിടന്ന സിനിമ കാണാൻ വേറെ ലെവലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ താഴത്തെ ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് നേരെ മേളിലേക്ക് കയറിയാലോ? പിന്നെന്താ, കയറിയേക്കാലോ. ബ്രോ, മേളിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത് റൂഫ് ടോപ്പ് ആണ്. റൂഫ് ടോപ്പ് കണ്ട എന്തായാലും മച്ചാൻ ഞെട്ടും. റൂഫ് ടോപ്പ് കഴിഞ്ഞ വട്ടം ഇല്ലായിരുന്നല്ലോ, അപ്പോൾ എന്തായാലും പൊളിക്കും. ഗൈസ്, ഇവിടെ സ്റ്റേഴ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അടിപൊളി സ്റ്റേഴ്സ് ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ലക്ഷറി നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിൽ അന്ന് കണ്ട പോലെ തന്നെ ഗെയ്സ് ഗെയിംസിൻ്റെ ഒക്കെ സംഭവമാണ്. ഈ ക്രിസ് എന്താണ് ഗെയ്സ് നമ്മുടെ കൂടെ വരാത്ത? അവൻ ഇതെല്ലാം കണ്ടിട്ട് ബോധം പോയിരിക്കുവാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് എന്തായാലും ഗെയ്സ് നമ്മൾ കയറുന്നില്ല, കാരണം കഴിഞ്ഞ വട്ടം ഉള്ള പോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോയി വെറുതെ സമയം കളയണ്ടല്ലോ. അങ്ങോട്ട് പോകണ്ട ബ്രോ, അവിടെ എല്ലാ ആൾക്കാർ കണ്ടല്ലേ. ഇനി ഞാൻ ബെഡ്റൂമിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ഗോട്ടിൻ്റെ
മുറിയിലേക്കാണ് ഗൈസ് പോകുന്നത്. നമുക്ക് ഇവിടുത്തെ ഡോർസ് ഒക്കെ വലുതാക്കി കേട്ടോ. അയ്യവ പൊളി സാധനം. ഇതൊക്കെയാണ് മോനെ ലക്ഷറി ലൈഫ്. എന്റെ മോനെടാ, എനിക്ക് ഈ റൂം ഒരു ദിവസത്തിലെങ്കിലും തരാമോ? അതിനെന്താ ക്രിസ്തേ, നീ എടുത്തു, നിനക്ക് ഇവിടെ എപ്പോ വേണേലും വന്ന് താമസിക്കാം, അതിനൊരു കുഴപ്പമില്ല. ക്രിസ് വരുവാണെങ്കിൽ അവൻ്റെ കൂടെ ഞാനും കാണും. ഡോറൊക്കെ ഫുള്ള് ബ്ലാക്ക് ആക്കി കേട്ടോ, പുറത്തേക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇതാണ് ബാൽക്കണി വരുന്നത്. നല്ല അടിപൊളി കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, നല്ല സെറ്റ് ബാൽക്കണി. ഇതാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി ലൊക്കേഷനാണ്, ശരിക്കും അടിപൊളി. ബ്രോ, എന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രസ്സിംഗ് റൂം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, പക്ഷേ ഇത് എൻ്റെ മോനെ ഗൈസ്, ഏത് ഡ്രസ്സ് വേണേലും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, വിഷയം തന്നെ. ഇതാണ്ട് ഇഷ്ടംപോലെ പെട്ടികളും, വേറെ ലെവൽ, ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി സാധനം. പിന്നത്തെ സൈഡിലും എന്തോ ഡോറ് കാണുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഹിഡൻ ബാത്റൂം ആയിരുന്നു കേട്ടോ. ഇതേ ബാത്ത് ടബും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതെന്താണ്, ഓടി നടന്ന് നമുക്ക് കുളിക്കാവല്ലോ. ഇനി എന്റെ ഗെയിമിംഗ് സ്റ്റുഡിയോ കാണാം, പക്ഷേ അവിടെ ഞാൻ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും ക്രിസ് കണ്ടിട്ടില്ലല്ലോ, വാ നോക്കാം. ഇവിടെ അന്നുള്ള പോലെ തന്നെ ഇരിക്കുന്ന, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷേ ഇത് കണ്ട ക്രിസ് എന്തായാലും ഞെട്ടും, അത് ഉറപ്പാ. ഞാനൊരു പ്രാവശ്യം ഞെട്ടിയതാണല്ലോ, എപ്പോഴും ഞെട്ടാൻ എനിക്ക് ഭ്രാന്തില്ല. അതെന്താ അവിടെ ഗെയിമിംഗ് റൂമോ? എന്താ നോക്കട്ടെ. ഓ എന്റെ മോൻ, എന്റെ ഡ്രീം. ഇനി നമ്മൾ കേസ് മച്ചാൻ ചെയ്ത വിഷയം ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കറക്റ്റ് മച്ചാൻ്റെ പുറകെ പോയാലേ കേസ് നമുക്കറിയത്തുള്ളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുവാണെങ്കിൽ നമുക്ക് വഴി തെറ്റി പോകുന്നതായിരിക്കും. വേറെ 2 റൂംസും കൂടെ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി കണ്ടതുകൊണ്ട് കേസ് അത് കാണുന്നില്ല. നമ്മൾ നേരെ റൂഫ് ടോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ കേസ് വേറൊരു ജില്ല തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങോട്ട് കയറാനായിട്ട് അടിപൊളി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി നമുക്ക് നേരെ മേളിലേക്ക് പോവാം. ഇതൊക്കെ എങ്ങനെ പണിതെടുത്തെന്നാണ് കേസ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. ഇനി നമുക്കിതങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. ഗൈസ്, വാട്ട് ഈസ് ദിസ്? ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇവിടെ ഒരു ബാറൊക്കെ ഉണ്ടായിരുന്നോ? എൻ്റെ മോനെ ഗൈസ്, എനിക്ക് ശരിക്കും പറഞ്ഞ ഒന്നും പറയാനില്ല കേട്ടോ. ക്രിസിന്റെ ഫേവറേറ്റ് സ്ഥലം കണ്ടപ്പോൾ എന്താ അവൻ നൈസായിട്ട് അങ്ങോട്ടങ്ങ് വലിങ്ങിട്ടുണ്ട്. ക്രിസെ ഇപ്പൊ ഒന്നും വേണ്ട കേട്ടോ, നമ്മൾ വീഡിയോ എടുക്കുവാണ്. ഞാൻ ചുമ്മാ ഇവിടെ നോക്കാൻ വേണ്ടിയാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കൂടാ. ഒരു 10 ദിവസം ഇവിടെ വന്ന് നിൽക്കണം, എന്നിട്ട് അങ്ങ് അടിച്ച് പൊളിക്കണം നമുക്ക്. അവിടുന്ന് കേസ് ഇങ്ങോട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ എന്താ ഇവിടെ ഒരു 3 സ്വിമ്മിംഗ് പൂൾ ആണെന്ന് തോന്നുന്നു. എന്തോ വലിയ 5 സ്റ്റാർ സംഭവമൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇത്ര വലിയ സംഭവമൊന്നും കാണാത്തത് കൊണ്ട് കേസ് എനിക്കറിയത്തില്ല. ഇതെന്തോ സ്വിമ്മിംഗ് പൂൾ ടൈപ്പ് സംഭവമാണ്. പിന്നെ അത് താഴെ വലിയ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കാം. ഇത് കണ്ട് തീരാനായിട്ട് കേസ് കുറേ ടൈം എടുക്കും. അത്യാവശ്യം ഒരു വലിയ പാർട്ടി തന്നെ നടത്താനായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കേസ്, ഇത് ഹെലിപാഡ്. പക്ഷേ ഹെലികോപ്റ്റർ അല്ലല്ലോ, അത് ഉടനെ വരുമായിരിക്കും. പക്ക ഒരു VIP ഒരു താമസിക്കുന്ന ഒരു സ്ഥലം പോലെ. നമുക്ക് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടിടായിരുന്നല്ലേ. ഹെലികോപ്റ്ററിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നതിന്റെ ഒരു ഫീൽ എന്തായിരിക്കും? അതൊക്കെ നമ്മൾ ഉടനെ എടുക്കുന്നതായിരിക്കും മച്ചു. സമയമൊക്കെ കിടക്കുമല്ലേ, നീ വെയിറ്റ് ചെയ്യ്. ഹായ്, കൊള്ളാലോ. ഇവിടെ നോക്കി, ഇവിടെ മൊത്തം കാണാമല്ലോ. ഗോട്ട് മച്ചാൻ അങ്ങോട്ട് ഓടി പോകുന്ന കാണുന്നുണ്ട്. എന്താണ് അവിടെ ഇനിയും വേറെ എന്തുവാണോ സംഭവം? അവിടെ എന്തോന്ന് മനസ്സിലായില്ലേ? അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ മണ്ടയ്ക്ക് ഗാർഡനോ? ഇതൊക്കെ എങ്ങനെ ഇതിന്റെ മണ്ടയ്ക്ക് കൊണ്ട് കയറ്റി? ശരിക്കും പറഞ്ഞ കേസ് കുറച്ച് അപ്ഡേഷൻ ഒക്കെ വരുത്തിയെന്ന് പറഞ്ഞപ്പം ഇത്രയും വലിയ അപ്ഡേഷൻസ് വരുത്തിയെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവിടെ ഒക്കെ വന്നിരുന്ന് നമുക്ക് ചില്ലടിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അവനെ തിരിച്ച് ഞാൻ വരുന്നില്ല കേട്ടോ. ഞാനൊരു 10 ദിവസം ഇവിടെ നിന്നിട്ട് വരാം. എനിക്കിതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണോ തിരിച്ചു വരാൻ തോന്നുന്നത്? ബ്രോ, അങ്ങനൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് പോകണം. പിന്നെ പോയിട്ട് കുറെ കാര്യങ്ങളുള്ള. ദേ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ, അതെന്താ പറന്നു പോയോ? അതെന്താ സംഭവിച്ചവിടെ? നമുക്കൊന്ന് പറന്നു നോക്കിയാലോ? ഓക്കെ ഗൈസ്, ഒറ്റ പോലെ പോകും. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഗൈസ് നമ്മൾ കണ്ട് തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർന്നിട്ടില്ല, അങ്ങനെ തീരുവോ? ഇനിയും കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഇതിനൊരു അന്ത്യമില്ലേ? നിങ്ങളൊക്കെ ഗൈസ് ഇപ്പം ഈ ഒരു വീട്ടിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഈ വീട് മൊത്തം ഒന്ന് കണ്ട് തീരണമെങ്കിൽ ഏകദേശം ഒരു 1-2 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. വീടെന്ന് ഇതിനെ വിളിക്കാനായിട്ട് പറ്റത്തില്ല, എനിക്ക് കണ്ടിട്ടൊരു വീടായിട്ട് തോന്നുന്നില്ല. ഇതൊരു മാൻഷനാണ് ഗൈസ്, മാൻഷൻ. ഗോട്ട് മച്ചാനാണെങ്കിൽ രണ്ട് ബീച്ചിലേക്ക് ഓടി അങ്ങോട്ട് പോവാണ്. എനിക്കാണെങ്കിൽ ഓടി എത്താനും പറ്റുന്നില്ല. മച്ചാൻ എന്തോ സ്പീഡാണ്. അതെ, അന്ന് നമ്മൾ കണ്ടപ്പോഴും ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഏരിയ എല്ലാം അന്നത്തെ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. ചേഞ്ചസ് ഞാൻ ഇവിടെ അല്ലേ വരുത്തിയത്, താഴെയാണ്. താഴോട്ട് നമുക്കൊരു വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ ഗൈസ്, ബീച്ചിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ.
എന്ത് ആ ശരിയാണല്ലോ, ക്രിസ് എന്തിയേ? ഇനി അവന് വല്ല വഴി വല്ലതും തെറ്റിയോ? ഇല്ലില്ല, അതെ വരുന്നുണ്ട്. നിങ്ങളിത് എന്തോന്ന് പോക്കാണോ പോയെ? എനിക്കാണെങ്കിൽ വഴിയും തെറ്റിപ്പോയി. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ എന്റെ കൂടെ തന്നെ നിക്കണമെന്ന്. ഇനി താഴെ ബീച്ചിലേക്ക് പോവാ. ആഹാ, ബീച്ചിലോട്ടും വഴിയൊക്കെ സെറ്റ് ചെയ്തു. ഈ ഒരു സ്റ്റെപ്പ് വരെ തട്ടിക്കൂട്ടായിട്ടൊന്നും അല്ല കേട്ടോ ചെയ്തേക്കുന്നത്, അത് വരെ പക്ക ലക്ഷറി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അവിടെ കുറെ ബോട്ടും ഷിപ്പും ഒക്കെ കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ ആരെയാ? ഇവിടെ കാണുന്ന ഇതെല്ലാം എന്റെ സ്വന്തമാണ് ക്രിസ്, എല്ലാം ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടേക്കുന്ന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ബില്യണർ ആണോ അതോ ട്രില്യണർ? ഞങ്ങളിതേ ഗൈസ് താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു ബീച്ചിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, നേരത്തെ അതുപോലൊന്നും അല്ലായിരുന്നു. ഇവിടെ എന്താണ്ട് ചില്ലടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇത് ശരിക്കും ഒരു ജില്ലയാണ്, ജില്ല. ഈ വീട്ടിലാണെങ്കിൽ ഫുൾ സെക്യൂരിറ്റീസ് ആണ്, എവിടെ തിരിഞ്ഞാലും സെക്യൂരിറ്റീസ്. കണ്ടു, ഇവിടെ വേറെ സെക്യൂരിറ്റിയെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ചെയ്യാൻ ഇത്ര വലിയ വീടൊക്കെ അല്ലേ വെച്ചേക്കുന്നത്, അപ്പൊ പ്രൊട്ടക്ഷൻ വേണ്ടേ? ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഞാനെങ്ങനെ? ഇവിടെ നോക്കുമ്പോൾ സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ ലക്ഷറി ഷിപ്പും എല്ലാ സാധനങ്ങളും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട്. എനിക്ക് ആ വലിയ ഷിപ്പ് തന്നെ വേണം കേട്ടോ. അല്ല ബ്രോ, നമുക്കിത് ഈ ഒരു ഏരിയ മാത്രമേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലല്ല, നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് പറ്റും. സംഭവം എന്തായാലും പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കേറാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ. എല്ലാം അടുപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത്, അതേലും സ്റ്റാഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേലും ഞാൻ ഒന്ന് കയറി നോക്കട്ടെ, നമുക്ക് ചെറുതായിട്ടൊന്ന് ചാടി നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ തേണ്ട ഇതേ കയറിയിരിക്കുകയാണ്. എൻ്റെ മോനെ പൊളി. ഞങ്ങൾ ബീച്ച് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് അതിനുശേഷം അവിടെ കുറച്ചു നേരം ചില്ലൊക്കെ അടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മുടെ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മാൻഷനിലെ എല്ലാ കാര്യങ്ങളും ഗൈസ് നമ്മൾ കണ്ട് തീർത്തിട്ടുണ്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തീർന്നെന്നോ? ആര് പറഞ്ഞു തീർന്നെന്ന്? ഇനിയല്ലേ കിടക്കുന്നേ? അത് തീർന്നില്ലേ? ഇത് ഇനി ഇവിടെ ഒന്നും കാണാനായിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഇത്ര ഞെട്ടിയില്ലേ, ഇനിയുമാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഈ ലോകത്ത് ഇതുവരെ ആരും കാണാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ചിലപ്പോ നിങ്ങളുടെ സമനില വരെ തെറ്റിയേക്കാം.